Hello guys, welcome back to my YouTube channel. Soft voice, strong show, infinite spark. Welcome to Midnight Spark. നമ്മുടെ മലയാളികള് എത്രമാത്രം ഇടുങ്ങി ചിന്താഗതിക്കാരാണെന്ന് ഞാൻ ഓർത്തു പോകാണ്. 2 ദിവസം മുമ്പ് ഒരു ബസ് തീ പിടിച്ച് അപകടത്തിൽപ്പെട്ടിട്ട് 20 പേര് വെന്ത് മരിച്ചത് നമ്മളൊരു ചെറിയ ന്യൂസായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെ? അതായത് അതാണ് ഞാൻ പറഞ്ഞത്, മലയാളികൾ എത്ര ഇടുങ്ങി ചിന്താഗതിക്കാരാണെന്ന്. ഇപ്പം റീസെന്റ് ആയിട്ട് ഒരു ഭാര്യയും ഭർത്താവും 3 മക്കളും പോയിട്ടുള്ള ഒരു ടാർ ജീപ്പ് അപകടത്തിൽപ്പെടുകയും ഓവർ സ്പീഡിൽ അപകടത്തിൽപ്പെടുകയും ഈ ഭർത്താവും 2 മക്കളും അടങ്ങിയ കുടുംബം 3 പേരുടെ മരണം ഉണ്ടാക്കിയപ്പം അതിൽ ഒരുപാട് കണ്ണീരൊഴുക്കിയ ആളുകളാണ് ഈ ഒരു മലയാളികള്. പക്ഷെ ഈ ഒരു ബസ് അപകടത്തില് 20 പേര് വെന്ത് മരിച്ചിട്ടും അതൊരു ചെറിയ ന്യൂസ് മാത്രമായിരുന്നു. അതിന്റെ പേരിൽ ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഒരു മീഡിയയിലും ഒരു ഓൺലൈൻ മീഡിയയിലും ഇതൊരു ചർച്ചാ വിഷയമാകുമോ, ഇത് എന്തിന്റെ കാരണത്താലാണ് ഇങ്ങനെ തീപിടുത്തം ഉണ്ടായത് എന്നൊന്നും ആരും അന്വേഷിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മലയാളികൾ എന്ത് സ്വാർത്ഥരാണ് എന്നുള്ളത്, ഇടുങ്ങിയ ചിന്താഗതിക്കാരാണ് എന്നുള്ളത്. നമ്മുടെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാര്യങ്ങളായിട്ട് പറയേണ്ടതും മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതും ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ, അല്ലാതെ പുറത്തു നടക്കുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളല്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവിടെയുള്ള ആളുകൾക്ക്. പക്ഷെ നമ്മൾ അറിയണം, ഈ ഒരു ബസ് തീപിടിക്കാനുണ്ടായിട്ടുള്ള പ്രധാന കാരണം എന്താണെന്ന്. ഈ ഒരു ബസ് മറ്റൊരു ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായതെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം ആ ഒരു ആക്സിഡന്റിൽ തീ പിടിച്ചു എന്നുള്ള ഒരു സമാധാനത്തോടെ, അതുകൊണ്ടാണ് ഈ ഒരു 20 പേരുടെ ജീവൻ പോയത് എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ജസ്റ്റ് ഒരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചപ്പം ആ ഒരു ബസ്സില് യാത്രക്കാരുടെ ഒരുപാട് മൊബൈൽ ഫോണുകൾ മാത്രമല്ലാതെ ഒരു ഫ്ലിപ്കാർട്ട് ഓർഡർ ആയിട്ടുള്ള 234 മൊബൈൽ ഫോൺ കൂടി ഒരു കടയിലേക്കുള്ള ഡെലിവറി, ഒരു ഷോപ്പിലേക്കുള്ള ഡെലിവറി ആയിട്ടുള്ള 234 മൊബൈൽ ഫോണുകളും ഈ ഒരു എന്താ പറയാ, നമ്മൾ സാധനങ്ങളൊക്കെ ഈ വോൾവോ ബസ്സിലൊക്കെ കയറ്റി അയക്കില്ലേ, അതുപോലെ കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇടിയുടെ ആഘാതത്തില് ഈ ഒരു മൊബൈൽ ഫോണും കൂടി ഷോർട്ട് സർക്യൂട്ട് ചെയ്തപ്പം മൊബൈൽ ഫോണും ഡാമേജ് ആയിട്ട് അതിലൂടെയാണ് ഒരു തരം വലിയ രീതിയിലുള്ള ഈ ഒരു തീപിടുത്തം ഈ ഒരു ബസ്സിൽ ഉണ്ടായത്. ഇതിനെക്കുറിച്ച് ആരും ഒന്നും പരാമർശിച്ചു കേട്ടില്ല. നമ്മൾ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ ഒരു ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരാളെ പോലും, അതായത് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം കയ്യിലില്ലാത്ത ഒരാളെ പോലും ഇന്ന് എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. സ്മാർട്ട് ഫോൺ അതായത് നമ്മുടെ ഒരു അവയവമായി മാറിയിരിക്കുകയാണ്, ഒരു എക്സ്റ്റൻഡഡ് അവയവമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയണത്. ഫോണില്ലാതെ നമുക്ക് ഒരു തരി പോലും ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഭക്ഷണം ഇല്ലാതെയും വെള്ളം ഇല്ലാതെയും നമുക്ക് ഏകദേശം ഒരു ദിവസം വരെയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. സത്യമല്ലേ ഞാൻ പറഞ്ഞ കാര്യം, അല്ലെ? അത്രമാത്രം സ്മാർട്ട് ഫോൺ നമ്മളെ സ്വാധീനിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഒരു ഫോൺ നല്ലതിനാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരുപാട് ടെക്നോളജികൾ വളർന്നതനുസരിച്ച് ഈ ഒരു മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തെ ഒരുപാട് ഫാസ്റ്റ് ആക്കി, ഒരുപാട് ഹെൽപ്ഫുൾ ആക്കി. പക്ഷെ അതുപോലെ തന്നെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സൈഡും കൂടി ഉണ്ട്. ഈ ഒരു മൊബൈൽ ഫോൺ ചൂടാകുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും മൊബൈൽ ഫോണിൽ രാസപ്രവർത്തനം നടക്കുമ്പം നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കുക. അല്ലെങ്കിൽ ഈ ഒരു ചൂടായ മൊബൈൽ ഫോൺ ഓവർ ടൈം ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ചാർജിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഹീറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങുമ്പം പോക്കറ്റിൽ കിടന്നുകൊണ്ട് തന്നെ ചൂടായിട്ട് പൊട്ടിത്തെറിക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട്. റീസെന്റ് ആയിട്ട് ഒരു പെൺകുട്ടി പുതപ്പിനടിയിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്തപ്പം അത് പുതപ്പിന്റെ ഉള്ളിൽ വെച്ചിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ആ ഒരു പെൺകുട്ടി മരിച്ചു പോവുക, അങ്ങനെയൊക്കെ നമ്മൾ ന്യൂസ് കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു എത്രമാത്രം ഹെൽപ്ഫുൾ ആണ് ഈ ഒരു മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ അപകടകാരി കൂടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് അറിഞ്ഞിട്ട് നല്ലതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവൻ അപകടത്തിൽപ്പെടാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി വേണം ഈ ഒരു സ്മാർട്ട് ഫോൺസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട്.
ഈ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. 2 ദിവസം മുമ്പാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. പക്ഷെ ഓൺലൈൻ മീഡിയാസിലൊന്നും ഞാനിത് അധികം കണ്ടില്ല. 1-2 ചാനൽസിലും മാത്രമേ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു മനുഷ്യനും ഇന്ന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ ഒരു മൊബൈൽ ഫോൺ നമ്മുടെ ജീവൻ എങ്ങനെ അപകടത്തിൽപ്പെടുത്തും എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പോസിറ്റീവ് വശം അറിയുമ്പോൾ അതിന്റെ നെഗറ്റീവ് എന്താണോ നമ്മൾക്ക് വരുന്നത്, നമ്മുടെ ലൈഫിൽ എന്താണോ വരാൻ സാധ്യതയുള്ളത്, അതിനെക്കുറിച്ച് കൂടി നമ്മൾ ബോധവാന്മാരായിരിക്കണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ എന്തായാലും ഈ ഒരു 20 പേരുടെ മരണം എന്നൊക്കെ പറയണത് ഭയങ്കരമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. കാരണം ഒരു ബസ്സിൽ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇറങ്ങി ഓടാനൊക്കെ പറ്റും. പക്ഷെ ഈ ഒരു ബസ് ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായപ്പം ഈ ബസ്സിന്റെ ഡോറുകളെല്ലാം ജാം ആയി പോവുകയും അങ്ങനെ കുറച്ച് പേര് ചില്ല് പൊട്ടിച്ച് പുറത്തിറങ്ങുകയാണ് ചെയ്തത്. ബാക്കിയുള്ളവര് പച്ച മനുഷ്യര് വെന്ത് മരിക്കുകയാണ് ചെയ്തത്. ഭയങ്കരമായിട്ട് നമുക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടാണ് ഈ 20 പേര് മരിച്ചത്. അതും സ്മാർട്ട് ഫോണിന്റെ ഉപയോഗമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത്. അതായത് ഈ ഒരു പൊട്ടിത്തെറി, ഈ ഒരു തീപിടുത്തം ഇത്രയധികം രൂക്ഷമായിട്ട് ആഘാതമായിട്ട് ഉണ്ടാവാനുള്ള കാരണം ഈ ഒരു മൊബൈൽ ഫോൺ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതായിരുന്നു. അപ്പം എന്നായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.